പൊളിറ്റിക്കൽ ഡിസ്കഷൻ കഴിഞ്ഞാണ് ഞങ്ങളിരിക്കുന്നത്. സാഹിത്യ സംവാദങ്ങളുടെ ഒരു വലിയ പ്രശ്നവും സത്യത്തിൽ ഇതാണ്. ഒരേ ഓഡിയൻസ് അങ്ങേയറ്റം വൈവിധ്യമുള്ള വിഷയങ്ങളെ എങ്ങനെ കേൾക്കുമെന്ന ആശങ്ക സത്യത്തിലുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു കടപ്പുറത്ത് അതിഗംഭീരമായി ഈ 3 ദിവസം സാഹിത്യോത്സവം നടന്നു വരികയാണ്. നേരത്തെ പ്രേമേട്ടം പറഞ്ഞു നിർത്തിയ പോലെ ഓർഗാനിക്കായി ഒരാൾക്കൂട്ടം ഇങ്ങനെ അങ്ങേയറ്റം ഇപ്പോൾ കോഴിക്കോടൻ കടപ്പുറത്തൊന്നും ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്താൻ സത്യത്തിൽ വലിയ പ്രയാസമില്ല. കാരണം എല്ലാ ദിവസവും ആയിരക്കണക്കിന് മനുഷ്യർ വന്ന് നിറയുന്നൊരു കടപ്പുറമാണത്. പക്ഷേ ഫോർട്ട് കൊച്ചി പോലെ ഒരിടത്തേക്ക് ആളുകൾ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് മാത്രമായി എത്തിച്ചേരേണ്ട ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു കടപ്പുറത്ത് ഇത് നടത്താം എന്ന് DYFI തീരുമാനിക്കുന്നു. അതൊരു വലിയ ധീരമായ തീരുമാനമാണ്. അതിനെ അങ്ങേയറ്റം ഗംഭീരമായി വിജയിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഈ 3-ാം നാൾ എത്തുമ്പോഴേക്കും. അതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് YLFൻ്റെ വേദിയിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. വടക്ക് നിന്ന് പുറപ്പെടുന്ന സിനിമാ വണ്ടികൾ ആണ് നമ്മളുടെ ടൈറ്റിൽ. ഒരുപാട് കാലം മുമ്പേ പല ദിക്കിൽ നിന്നും മലയാള സിനിമ അതിൻ്റെ പുറപ്പാട് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ കാസർഗോഡിനെ അതിൻ്റെ ഏറ്റവും ആഴത്തിൽ മലയാള സിനിമയിൽ പതിപ്പിച്ചത് അതിൻ്റെ ഭാഷ കൊണ്ട് അതിൻ്റെ ഉള്ളം കൊണ്ടും ഒക്കെ മലയാള സിനിമയിൽ പതിപ്പിച്ചത് സത്യത്തിൽ മമ്മൂക്കയുടെ നിത്യാനന്ദ ഷേണായി എന്ന് പറയുന്ന ക്യാരക്ടറായിരിക്കും. നിത്യാനന്ദ ഷേണായി സംസാരിച്ച അത്രയും ഒഴുക്കിൽ കാസർഗോഡൻ ഭാഷ അതിനു മുമ്പേ മലയാള സിനിമ കേട്ടിട്ടുണ്ടാകുമോ എന്ന് സംശയമാണ്. നിത്യാനന്ദ ഷേണായിയെ നമ്മൾക്ക് തന്നത് ഷാജിയാണ്. ഒരുപക്ഷെ മരണവംശത്തിൻ്റെയൊക്കെ വലിയ ആഘോഷത്തിൻ്റെ മൂർത്തമായ നിമിഷത്തിലാണ് ഷാജി ഈ വേദിയിൽ വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മരണവംശത്തിൻ്റെ പ്രകാശന ദിവസം പാതിരാത്രിയാണ് രാജേഷ് മാധവനും ഷാജികുമാറും ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ബെന്യാമിൻ പറയുന്നത്, അന്നൊരു പക്ഷേ ഈ വർഷത്തെ YLFൻ്റെ ആലോചനയോ YLFൻ്റെ സെഷനുകളോ ഒന്നും പ്ലാൻ ചെയ്യപ്പെടാത്ത ഒരു മാസങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു ദിവസമാണ് പറയുന്നത്. നമുക്ക് അടുത്ത YLFന് ഒന്ന് ഷാജിയും രാജേഷ് മാധവനും കൂടെ ഒന്ന് YLFൻ്റെ വേദിയിൽ ഇരിക്കണം എന്ന് ബെന്യാമിൻ പറയുന്നത്, കൂടെ നീ കൂടെ ഇരിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മാസങ്ങൾക്കെന്നോ മുമ്പേ തീരുമാനിക്കപ്പെട്ട ഒരു ദിവസത്തിൻ്റെ ഇരിപ്പാണ് സത്യത്തിൽ ഇത്. മരണവംശം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടില്ല. അന്ന് മരണവംശത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ്. ഇന്ന് മരണവംശം 10-11 പതിപ്പുകളൊക്കെ കടന്ന് അതിൻ്റെ മാക്സിമം സെലിബ്രേഷനിലേക്ക് പോകുന്നു. മരണവംശം സിനിമയാവാൻ പോകുന്നു. രാജേഷ് മാധവൻ മരണവംശം സിനിമയാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയ കൗതുകം ഇന്ന് ഈ ഇരിപ്പിന് ഉണ്ട്. ഷാജികുമാറിനെ എപ്പോഴും മലയാള സാഹിത്യം പരിചയപ്പെട്ടത് ഈ ലോക്കലി ഇൻ്റർനാഷണൽ എന്നൊക്കെ പറയുന്ന പോലെ തൻ്റെ പ്രാദേശികത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് അതിനേറ്റവും ആത്മാർത്ഥമായി അതിനേറ്റവും ധീരമായി മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്താൻ ശ്രമിച്ച ഒരാളാണ് ഷാജി. അത് കാലിച്ചാമ്പൊതി എടുത്താലും ഷാജിയുടെ ഏത് കഥകളെ നാം എടുത്ത് പരിശോധിച്ചാലും ഇങ്ങ് മരണവംശം വരെ എത്തുന്ന ഷാജികുമാർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അങ്ങേയറ്റം വടക്ക് നിന്ന് തന്നെ പുറപ്പെട്ട ഒരു വണ്ടിയാണ് ഷാജികുമാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ. ഫോർട്ട് കൊച്ചിയിൽ വന്നിരിക്കുമ്പോൾ കാസർഗോട്ട് നിന്ന് തുടങ്ങിയ ആ തുടക്കത്തെ ഷാജി എങ്ങനെ ഓർക്കുന്നു എന്നതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രിയപ്പെട്ട 2 പേരോടൊപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുന്നു. നമ്മളെ കേൾക്കാനെത്തിയ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എൻ്റെ കഥകളുടെ എൻ്റെ 12ാമത്തെ പുസ്തകമാണ് മരണവംശം. ഈ 12ാമത്തെ 7 കഥാസമാഹാരങ്ങൾക്കും 3 ഓർമ്മക്കുറിപ്പും ഒരു ബാലസാഹിത്യ കൃതിക്ക് ശേഷമാണ് മരണവംശം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ 12 പുസ്തകങ്ങളിലും കടന്നു വന്നിട്ടുള്ളത് പ്രാദേശികമായിട്ടുള്ള ജീവിത അനുഭവങ്ങളാണ്. അത് രജീഷ് വായിച്ചത് കൊണ്ട് രജീഷിന് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് എൻ്റെ കഥകളിൽ കടന്നു വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതേ അറിയൂ. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി എഴുതുന്ന പരിപാടിയാണ് സാഹിത്യം എന്ന് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ എനിക്കറിയുന്ന ഒരു കഥാപരിസരം, കഥാപാത്രങ്ങൾ ഒക്കെ ആഖ്യാനിക്കുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം.
ഇതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ ഒരു സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പലപ്പോഴും ഒരു പ്രതിരോധത്തിൻ്റെ ഒരു സാധ്യത കൂടിയുണ്ട്. ഇപ്പോൾ എൻ്റെ നാട് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ നാട് ഭയങ്കരമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമുള്ള ഒരു നാടാണ്. മടിക്കൈ എന്നാണ് നാടിൻ്റെ പേര്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മോസ്കോ എന്നാണ് ആ നാടിനെ വിളിക്കുന്നത്. പക്ഷേ അവിടെ അതേപോലെ നല്ലോണം തെയ്യങ്ങളുണ്ട്. ഭയങ്കരമായിട്ട് തെയ്യങ്ങളെ കൊണ്ട് മുട്ടി നടക്കാൻ പറ്റില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി മന്ദിരങ്ങൾ അല്ലെങ്കിൽ പിന്നെ കൊടിമരം അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങളെ പോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും താനങ്ങളും കാവുകളും ഒക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ദിവസം എൻ്റെ വീട്ടിനപ്പുറത്ത് തെയ്യം നടക്കുകയാണ്. തെയ്യം നടക്കുന്ന സമയത്ത് പിന്നെ ഈ നമ്മൾ തെയ്യം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഗുണം വരണേ അല്ല, പക്ഷേ നമ്മൾ 10 റുപ്യ തെയ്യത്തിന് കൊടുത്തിട്ട് കുറി മേടിക്കും. അപ്പോൾ കുറി മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ 5 റുപ്യ 2 റുപ്യ കൊണ്ട് ചെറുപ്പത്തിലാണ് 2 റുപ്യം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ ഇങ്ങനെ 10 രൂപ കൊടുക്കുമ്പോൾ അയാൾ കൈ പിടിച്ചിട്ട് ഈ തെയ്യം പറയാണ്, സഖാവെ വൈകുന്നേരം ഫ്രാക്ഷൻ ഉണ്ട് വരണമെന്ന്. ഇത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് പറയും. അത് സഖാവെ വൈകുന്നേരം ഫ്രാക്ഷൻ ഉണ്ട് വരണം എന്ന് ഒരു തെയ്യം പറയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള വലിയ പ്രയാസങ്ങളൊന്നുമില്ല. അതായത് ഈ പ്രത്യയശാസ്ത്ര പ്രതിസന്ധി അത്രയൊന്നും എന്നെ അലട്ടറില്ല. അപ്പോൾ അതാണ് എൻ്റെ കഥകളിൽ കടന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് മരണവംശം വന്നിട്ടുള്ളത്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചോളം നമ്മളെപ്പോഴും അവഗണിക്കപ്പെട്ട ഒരു ജില്ലയാണ്. ഇവിടെ കാസർഗോഡ് ആരെങ്കിലും സന്തോഷം അമുണ്ട് അമറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറുപ്പകാലത്ത് എപ്പോഴും ഈ പുത്തൻപടം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ മമ്മൂട്ടിയെ കൊണ്ട് ഈ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയക്കാർക്ക് ജാഥ തുടങ്ങാനും പിന്നെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം മാത്രമാണ് കാസർഗോഡ്. അത് ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നുമില്ല. അത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ജയിച്ച സ്ഥലം നമ്മളുടെ കാഞ്ഞങ്ങാടാണ്. ഹോസ്ദുർഗ് എന്നാണ് സഖാവ് EMS മുഖ്യമന്ത്രിയായിട്ട് ജയിക്കുന്നത്. കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള AKG ജയിക്കുന്നത് കാസർഗോഡ് നിന്നാണ്. പക്ഷേ കാസർഗോഡ് ഇപ്പോഴും വികസനത്തിൻ്റെ ഒരു വെള്ളി വെളിച്ചം കാണാത്തൊരു സ്ഥലമാണ്. ഒരു മെഡിക്കൽ കോളേജ് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് വന്നിട്ടുണ്ട്. അത് ആർക്കും എത്തിപ്പെടാനാത്തൊരു അള്ളിയിലാണ്. അള്ളി എന്ന് പറയും. ആ സ്ഥലത്താണ് മെഡിക്കൽ കോളേജ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ PSC പരീക്ഷ എഴുതാൻ തെക്ക് നിന്ന് ആൾക്കാർ വരും. തെക്ക് നിന്ന് ആൾക്കാർ വന്നിട്ട് PSC പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അവർക്ക് കാരണം നമ്മൾ ബഗിടാണല്ലോ, നമ്മളങ്ങനെ ആത്മാർത്ഥമായിട്ടൊന്നും PSC ഒന്നും പഠിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഇങ്ങനെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, അതുകൊണ്ട് നമ്മൾ പ്രൊഫഷണലായിട്ട് ജീവിക്കുന്ന പണ്ട് ഇപ്പോൾ കുറച്ച് പ്രൊഫഷണലായിട്ടുള്ള പിള്ളേർക്ക് കുറച്ച് ബുദ്ധിയും ബോധവും വന്നു. പണ്ടത്തെ ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ തെക്കുന്നുള്ള ആൾക്കാർ PSC പരീക്ഷ എഴുതിയിട്ട് അവിടെ ജോലി കിട്ടും, HSC ആയിട്ട് അല്ലെങ്കിൽ LD ക്ലർക്കായിട്ട്. ഈ ജോയിൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അവർ ലീവ് എടുത്തിട്ട് പോകും. അവർ 5-6 വർഷം ലീവ് എടുത്തിട്ട് പോകും. പിന്നത്തെ സംഭവിക്കറിയാം, സ്കൂളിൽ താൽക്കാലികമായിട്ട് അധ്യാപനം വരും. അയാളാണെങ്കിൽ അയാൾക്ക് തോന്നുന്ന വിധം പഠിപ്പിക്കും. അപ്പോൾ അങ്ങനെ വഴുതിയിട്ട് പോയ ആൾക്കാരാണ് ഞാൻ, എൻ്റെ ആയുഷൊക്കെ. താൽക്കാലിക അധികം വേറെ തരം വഴുതിട്ടിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 അവഗണന നമ്മുടെ ജില്ലക്കുണ്ട്. അപ്പോൾ അത് ഈ പുത്തൻപണം എന്ന സിനിമയിൽ ഞാൻ പറയുന്നുണ്ട്, എല്ലാ ജാഥയും തുടങ്ങുന്ന അവസാനം മമ്മൂക്കയെ കൊണ്ടൊരു ഡയലോഗ് ഞാൻ പറയുന്നുണ്ട്, എല്ലാ ജാഥയും തുടങ്ങുന്ന കാസർഗോഡ് നിന്നാണ്. ഇന്നേ വരെ ഒരു ജാഥ തിരുവനന്തപുരത്തും തുടങ്ങിയിട്ടുണ്ടോ? അതാണ് ഞങ്ങൾ തുടങ്ങിയാലൊരു തുടങ്ങലാണ്, പിന്നെ തിരിഞ്ഞു നോക്കലാണ്. അതാണ് ഇപ്പോൾ കാസർഗോഡ് സിനിമയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഞാൻ രാജേഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഷാജി എന്നോട് പറയും, ഞാൻ കാണുമ്പോൾ രാജേഷും ഷാജിയൊക്കെ ഒരേ പ്രായമൊക്കെ ആയിട്ട് എനിക്ക് തോന്നാറുണ്ടെങ്കിലും ഷാജി എന്നോട് പറയും, ഓലൊക്കെ അന്ന് പിള്ളേരായിരുന്നടാ എന്നെന്നോട് പറയും. അപ്പോൾ പിന്നെ കാണുമ്പോഴാണ് ഷാജിയേട്ടാന്ന് വിളിച്ചിട്ട് ഇവിടെ അത്ര സേഫ് അല്ല എന്നൊക്കെ പറയുന്ന പോലെയാണ് എപ്പോഴും രാജേഷ് ഷാജിയേട്ടാന്ന് വിളിക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. ഇപ്പോൾ കാസർഗോഡിൻ്റെ കഥ പറഞ്ഞു, മരണവംശം രാജേഷ് സിനിമയായി ചെയ്യാൻ വേണ്ടി പോകുന്നു. മരണവംശം ഒരുപാട് പേർ, രാജീവ് രവിയാണ് മരണവംശം ആദ്യം അല്ലേ സിനിമയാക്കാൻ വേണ്ടി വിളിക്കുന്നത്. പിന്നെ ഒരു നിര ആളുകൾ മരണവംശം സിനിമയാക്കാൻ വേണ്ടി നിർബന്ധിക്കുമ്പോഴും അല്ല, മരണവംശം രാജേഷ് തന്നെ ചെയ്താൽ മതി എന്നൊരു നിലപാട് ഷാജിയേട്ടൻ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു ബന്ധത്തിൻ്റെ ഒരു തുടക്കം എല്ലാവർക്കും ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അത് ഷാജിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു കലാകാരന്മാരായിട്ട് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്പേസിലൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമുക്ക് മുമ്പേ നടന്നു പോയവരൊക്കെ ക്ഷീണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നല്ലോണം. അപ്പോൾ ഞങ്ങളുടെ ഒരു ഡിഗ്രി കാലഘട്ടത്തിലൊക്കെയാണ് ഇങ്ങനെ ആർട്ടൊക്കെ
എന്താ ജീവിതത്തിൻ്റെ ഭാഗം തന്നെ ആയി മാറിയതും മറ്റേ എന്താ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയത്. അപ്പോൾ മാഗസിൻ പ്രവർത്തനം ഉണ്ടായിരുന്നു. കോളേജ് മാഗസിൻ ചെയ്യാൻ പോകുമ്പോഴാണ് ഷാജിയേട്ടനെ കാണുന്നത്. അന്ന് പിന്നെ എന്താ ഞങ്ങളൊരു ഏട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാഗസിൻ ഉണ്ടാക്കുന്ന ഓരോ വരിയും ഷാജിയേട്ടൻ ഇങ്ങനെ നോക്കി അതങ്ങനെ മതിയാടാ, ഇതിങ്ങനെ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടെ നിന്നിരുന്നു. അത് ആ മാഗസിൻ്റെ മൊത്തം പരിപാടികൾക്ക് അവസാനം ഞങ്ങൾക്ക് മാഗസിനിൽ ഒരക്ഷരം നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഇണ്ട എന്ന് പറയുന്ന ഒരു അക്ഷരം ഇല്ല മാഗസിൻ അടിച്ചു കഴിഞ്ഞപ്പോൾ. ബാക്കിയെല്ലാം ഉണ്ട്, ഇണ്ട എന്ന് പറയുന്ന അക്ഷരം ഇല്ല. ആ മാഗസിനിൽ മൊത്തമായിട്ട് ഇണ്ട എന്ന അക്ഷരം ഇല്ല. അപ്പോൾ അന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ട് കരയാൻ ഷാജിയേട്ടനാണ് ഉണ്ടായിരുന്നത്. ഞാനല്ല, കരഞ്ഞത് എൻ്റെ സുഹൃത്താണ് സ്വരാജ്. അപ്പം ഞങ്ങളെല്ലാവരും ഈ മാഗസിൻ വർക്ക് ചെയ്തിരുന്ന എല്ലാവരും ഞങ്ങൾ മറ്റേ നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തത്. അതായത് ഷാജിയേട്ടൻ പിന്നെ നിന്ന് പൊരുതിയതുപോലെ അല്ലായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ കുറച്ച് വഴികൾ കണ്ടിട്ടുണ്ടായിരുന്നത് കൊണ്ടുള്ള തീരുമാനമാണ്. നമുക്ക് പുറത്ത് പോയിട്ട് വരാം എന്നുള്ളൊരു തീരുമാനമാണ് ഞങ്ങളെടുത്തത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നിട്ട് കഷ്ടപ്പെടുന്നതും എന്തിനെങ്കിലുമൊക്കെ വേണ്ടി ശ്രമിക്കുന്നതും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാണുന്നതും എല്ലാം ഷാജിയേട്ടൻ കണ്ടിട്ടുണ്ട്. എല്ലാ കാലത്തും ഞങ്ങളെല്ലാവരും ഷാജിയേട്ടൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഷാജിയേട്ടൻ ഞാൻ ഷാജിയേട്ടനും ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന പോലെ തന്നെ ഷാജിയേട്ടൻ ആ സ്നേഹം എനിക്കും തന്നിട്ടുണ്ട് എപ്പോഴും. അതൊക്കെ കൊണ്ടും പിന്നെ നമ്മുടെ നാടിൻ്റെ ഒരു സ്വഭാവം ഞങ്ങൾ തമ്മിൽ പറയാതെ പിന്നെ കണക്റ്റ് ചെയ്യുന്ന കുറേ ഏരിയകളുണ്ട്. അത് ഈ തെയ്യം പോലെ തന്നെ ഇങ്ങനെ എവിടെയോ ഉള്ളിൽ ഉറഞ്ഞു തുള്ളുന്ന എന്തോ ഒരു പരിപാടി ഇങ്ങനെ കണക്റ്റ് ആയിട്ടുള്ള ഏതോ ഒരു പരിപാടി കൊണ്ടാണെന്ന് തോന്നുന്നു ഷാജിയേട്ടൻ അത് വേറെ ആർക്കും കൊടുക്കാതെ എനിക്ക് വേണ്ടി തന്നെ തരുന്നത്. അത് ഞാനൊന്നും തെളിയിച്ചിട്ടില്ലാത്ത, ആകെ എന്നെ ആക്ടറായിട്ട് മാത്രമായിരിക്കും മറ്റേ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവുന്നത്. പക്ഷെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒന്നും തെളിയിച്ച് ഇതുവരെ വരാത്ത എന്നെ വിശ്വസിച്ചിട്ട് ഷാജിയേട്ടൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളത്, അതും മരണവംശം പോലൊരു നോവൽ എനിക്ക് തന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഭയങ്കര വലിയ കാര്യമായിട്ട് കാണുന്നു. അതിൻ്റെ ആ ആഘാതത്തിൽ ഞാൻ ഉറക്കത്തുനിന്ന് ഞെട്ടി എണീക്കാറുണ്ട്. സത്യത്തിൽ അന്ന് ഈ കോളേജിലൊന്നും ഇല്ലാത്ത കാലമാണല്ലേ? പ്രത്യേകിച്ച് പണിയില്ലാത്തത് കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തിനായിരുന്നു സ്പെസിഫിക്കായി അന്ന് ഈ കോളേജിൽ, രാജേഷിൻ്റെ കോളേജിലേക്ക് പിന്നെയും പോയിരുന്നത് ഷാജി അക്കാലത്ത്? അത് വിളിച്ചു കൊണ്ടുപോയതാ, വന്നതല്ല. അത് ഇവരുടെ മാഗസിൻ ലേഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് മുമ്പേ കുറച്ച് മാഗസിനൊക്കെ ലേഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലേഔട്ട് ചെയ്യേണ്ട ഈ സ്വരാജിൻ്റെ കരച്ചിലാണ്, സ്വരാജിൻ്റെ നിലവിളി ശബ്ദമിടുന്ന പോലെ സംസാരിക്കും, അവൻ അങ്ങനെയാണ് സംസാരിക്കുക. അപ്പോൾ ആ സംസാരം കേട്ട് എൻ്റെ നാടും ഇവൻ്റെ നാടും തമ്മിൽ ഭയങ്കര ദൂരമുണ്ട്, ഒരു 1.5 മണിക്കൂറൊക്കെ പോകണം. അപ്പോൾ ഞാൻ ബസ് കയറി പോയി അവിടെ വൈകുന്നേരം ഇരുന്ന് ആ കൊട്ടപ്പാറയിലിരുന്ന് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയ ഒരു മാഗസിനാണ് ഒരു പിടിക്കില്ലാത്ത ഓർമ്മകൾ, അല്ലടാ അതിൻ്റെ പേര്? ഒരു പിടിക്കില്ലാത്ത ഓർമ്മകൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ സൗഹൃദമാണ്. അവിടെ നിന്നൊക്കെയാണ് ഈ നമ്മളെ മരണവംശത്തിലെ കഥ നമുക്ക് കിട്ടുന്നത്. ഒരു സ്കൂളല്ലേ? സ്കൂൾ അല്ല, ഇവരൊക്കെ അനുഭവിച്ചാണ്, ഇവരൊക്കെ അതിൻ്റെ ഇരകളും വേട്ടക്കാരാണ്. ആ നോവലിൽ രാജേഷിൻ്റെ ബന്ധുക്കളൊക്കെ അതിൽ വന്നിട്ടുണ്ട്, അതിൽ സ്വരാജിൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ നിരന്തരമായി, എനിക്ക് തോന്നുന്നു ആ നോവൽ എഴുതാൻ വേണ്ടി കൂടിയാണ് എൻ്റെ ആ യാത്ര സംഭവിച്ചതെന്ന് എനിക്കിപ്പോൾ നോക്കുമ്പോൾ തോന്നുന്നു. അല്ല, പൊതുവേ ഷാജിയെ മലയാള സാഹിത്യം എങ്ങനെ വായിക്കുമെന്ന്, മരണവംശം വരെയുള്ള ഷാജി എങ്ങനെ വായിക്കുമെന്ന് ചോദിച്ചാൽ ഏറ്റവും മടിയനായ കഥാകൃത്തുക്കളിൽ ഒരാൾ ആയാണ് ഷാജി സത്യത്തിൽ മലയാള സാഹിത്യത്തിൽ അറിയപ്പെടുന്നത്, അല്ലേ? മമ്മൂക്ക പോലും ഷാജിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതിച്ചാൽ നല്ലതാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങേയറ്റം മടിയുണ്ടായിരുന്ന ഒരു കഥാകൃത്ത് ഇത്ര ബൃഹത്തായൊരു നോവൽ എഴുതണം എന്നെടുത്തൊരു തീരുമാനം എങ്ങനെയാണ്? അത് നിർബന്ധമാണ്. പക്ഷെ അത് എഴുതുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനത് പ്രീ ഡിഗ്രി കാലത്താണ് എനിക്കെൻ്റെ ഒരു സ്പാർക്ക് വരുന്നത്. അത് ഞാനൊരു ദിവസം പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്, ലേഖന മത്സരത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി. ജനാധിപത്യവും മതേതരത്വവും മതനിരപേക്ഷതയും. പുകസൊക്കെ അന്നും ഇന്നും ഇതാണ് വിഷയം ഉണ്ടാവാറ്, വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ വർഗീയതയായിട്ടുണ്ടാവും, അപ്പോൾ അല്ലെങ്കിൽ ഫാസിസ്റ്റ് കാലത്തെ നൂതന പ്രവണതകൾ അല്ലെ, അങ്ങനെയുള്ളതായിരിക്കും വിഷയം. അപ്പോൾ അങ്ങനെ എനിക്ക് 1ാം സ്ഥാനം കിട്ടി. അപ്പോൾ അന്ന് ഞാൻ എത്ര നീളമില്ല, 152 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കുട്ടിയായിരുന്നു.
അപ്പോൾ ഞാൻ ഏട്ടനെയും കൂട്ടിയിട്ടാണ് സമ്മാനം വാങ്ങാൻ പോയത്. അപ്പോൾ അതിന് ഈ നോവൽ നടക്കുന്ന പരിസരത്തിലായിരുന്നു ഈ പരിപാടി നടന്നത്. പരിപാടി കഴിയുമ്പോഴേക്ക് ഈ പുകസക്ക് പ്രസംഗിക്കാൻ വന്നവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രസംഗിച്ച് തുടങ്ങിയാൽ അവർ നിർത്തൂല. അപ്പോൾ ആഗോളവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞൊരു 1.5 മണിക്കൂർ സംസാരിക്കും. അത്രയും അവർക്ക് കണ്ടന്റ് ഉണ്ട്. അപ്പം അവർ പ്രസംഗിച്ച് ഇരുട്ടായി. പിന്നെ തിരിച്ചു പോകാൻ ബസ്സില്ല. അങ്ങനെ നമ്മളെ സുഹൃത്ത് ആഷിൻ്റെ സുഹൃത്തായ എൻ്റെയും സുഹൃത്തായ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന സുരേഷ് പറഞ്ഞു നമുക്ക് ഇന്ന് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ വീട്ടിലേക്കാണ് വിളിക്കുന്നത്. അവൻ വീട്ടിലേക്കല്ല വിളിച്ചത്. അവിടെ തൊട്ടടുത്തൊരു സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂളിൽ ഞങ്ങൾ 3 പേര് താമസിക്കുന്നു. ആ താമസിക്കുന്ന സമയത്ത് അവനാണ് ഈ സംഭവങ്ങളുടെ ഒരു തുടക്കം പറയുന്നത്, അതിൻ്റെ ഒരു വിത്ത് എൻ്റെ മനസ്സിലിടുന്നത്. പിന്നീട് അതിങ്ങനെ പല സ്ഥലങ്ങളിൽ പല കാലങ്ങളിൽ ഇപ്പോൾ രാജേഷ്, സ്വരാജ് തുടങ്ങിയ പല ഹരി തുടങ്ങിയ കുറേ ആളുകളിലൂടെ അതിങ്ങനെ വളരുകയാണ് മനസ്സിൽ. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാനും സുരേഷ് ബാബു കുറ്റിക്കോലും കൂടിയിട്ട് ഇതിലത്തെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള TC ഗോപാലട്ടുണ്ട്, അതിൽ ഭാസ്കരൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ നോവലൊരു പ്രധാനപ്പെട്ട ഡയലോഗുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഈ വിരൽ ബാക്കി വെക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയലോഗാണ്, വിരൽ ബാക്കി വെക്കണം, അതുകൊണ്ട് എനിക്കൊന തീർക്കണം എന്ന് പറയുന്നത് കന്നഡ ഈ ചാവുന്നതിന് മുമ്പ് പറയുന്നത്. അപ്പോൾ ഞാനവിടെ പോയ സമയത്ത് പുള്ളി വളരെ നിസ്സംഗമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് അയാളുടെ ചൂണ്ട് വിരല, കാഞ്ചി വലിച്ച ആ വിരലായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്. ആ കാഞ്ചി വെച്ച് വിരൽ ശ്രദ്ധിച്ച് ഇറങ്ങുമ്പോൾ ഞാൻ തീരുമാനിച്ചത് എഴുതണമെന്ന്. മടിയെല്ലാം ഞാൻ അപ്പുറം മാറ്റി നിർത്തുകയും അതെനിക്ക് എഴുതിയേ തീരൂ എന്ന് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ, ഇത് എഴുതിയേ മതിയാവൂ എന്ന് നമ്മളുടെ മനസ്സിനോട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എഴുതി. അതിൻ്റെ ഇടയ്ക്കാണ് ഇവൻ വന്നിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു ഷാജിയേട്ടാ ഞാൻ വരുന്നുണ്ട്. അതുവരെ ഞാൻ അതിലൊരു സിനിമയുടെ സാധ്യത കണ്ടിരുന്നില്ല. അപ്പോൾ ഇവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ഷാജിയേട്ടാ എനിക്കത് വേണം. ഞാൻ പറഞ്ഞില്ല ഇത് വെറും പ്രാന്തൻ നോവലാണ് അല്ലേ, ഓർമ്മയുണ്ട്? അതായത് എൻ്റെ പ്രാന്തൊക്കെ എഴുതി വെച്ച എൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും എഴുതി വെച്ചൊരു നോവൽ കൂടിയാണ്. അപ്പോൾ അതിലെങ്ങനെ ഒരു സിനിമയാണ്, അത് ഞാൻ എങ്ങനെ ഉണ്ടായിക്കോളാം എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവനെ ഇടയ്ക്കിടയ്ക്ക് നിർബന്ധിക്കും. ഇവൻ്റെ ഇതിൽ പല ക്ലൈമാക്സിൽ പോലും ഇവൻ്റെ സർഗാത്മകമായ ഇടപെടലുണ്ട്. അപ്പോൾ ഈ നോവൽ എന്ന് പറയുന്നത് എൻ്റെ നോവലല്ല, അതിങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുടെയും ഒരുപാട് മറ്റ് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരുടെയും അനുഭവങ്ങളൊക്കെ വന്ന എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു നോവലാണ്. അതൊരു സംഘ നോവലായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ മരണവംശം പോലെ ഒരു സത്യത്തിലൊരു ബൃഹത്തായ നോവൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഏതാണ്ടൊരു അതിൻ്റെ ഇരട്ടിയിലധികം 600ഓളം പേജുകളൊക്കെ ഉണ്ടായിരുന്നൊരു നോവൽ, ഒരുപാടേറെ കഥകളും ഉപകഥകളും ഒക്കെ കൊണ്ട് റിച്ചായ ഒരു നോവൽ. നമുക്കൊരു വെബ് സീരീസ് പോലെയൊക്കെ ഇപ്പോൾ 100 Years of Solitude ഒക്കെ വരുന്ന സമയത്ത് ഒരു വെബ് സീരീസൊക്കെ പോലെ വിവിധ എപ്പിസോഡുകളിലായി ദീർഘമായി കഥ പറയേണ്ടി വരും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു നോവലാണ് വലിയ ഉത്തരവാദിത്വത്തോടു കൂടെ സിനിമയായി ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മരണവംശം രാജേഷ് മാധവൻ സിനിമയാക്കുന്നു എന്ന വാർത്ത മലയാളിയുടെ മുമ്പിലുണ്ട്. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള മറ്റ് രഹസ്യങ്ങളൊന്നും രാജേഷ് മാധവൻ എന്ന സംവിധായകൻ മലയാളിയുടെ മുമ്പിൽ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എങ്ങനെ ആ സിനിമ ചെയ്യാൻ പോകുന്നു, ആരൊക്കെ ആ സിനിമയിലേക്ക് വരാൻ പോകുന്നു എന്നൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഈ അടുത്തും മരണവംശത്തിൻ്റെ കഥ ആദ്യം കേട്ട സമയത്ത് ഞാൻ അഭിനയിക്കും എന്ന് മമ്മൂക്ക പറഞ്ഞതായി ഷാജിയുടെ ഒരു വെളിപ്പെടുത്തൽ സത്യത്തിലുണ്ടായിട്ടുണ്ട്. ആരഭിനയിക്കും, എങ്ങനെ മരണവംശം മലയാളിയുടെ മുമ്പിലേക്ക് വരും എന്നൊക്കെ രാജേഷ് മാധവൻ എന്ന സംവിധായകൻ ആദ്യമായി ഇവിടെ ഇരുന്ന് വെളിപ്പെടുത്തുക. അങ്ങനെ വെളിപ്പെടുത്താൻ പാകത്തിനൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഞാൻ ഷാജിയേട്ടനെ നമുക്ക് ഷാജിയേട്ടനെ എഴുതുന്ന നോവല് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഷാജിയേട്ടനോട് മരണവംശത്തിൻ്റെ കാര്യത്തിൽ ആദ്യം പോയി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ മരണവംശത്തിന് ഈ രൂപമായിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഇത് പറയുന്നത്. അത് ഷാജിയേട്ടന് അറിയാമല്ലോ അത് എന്താണെന്നുള്ളത്. നമ്മൾ അതിൻ്റെ ഇമോഷനുകളൊക്കെ എപ്പോഴോ സംസാരിച്ചതിൻ്റെ ഒരു കണക്ഷനാണ് എനിക്കുള്ളത് ആകെ. അങ്ങനെ ഞാൻ എന്തായാലും അത് ചെയ്യാൻ എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് വേറൊരു സിനിമ ചെയ്തത്. ഇപ്പോൾ ആക്ച്വലി എനിക്ക് ആദ്യം ചെയ്യാനുണ്ടായിരുന്നത് മരണവംശമാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഇന്ന് ഞാൻ നോവൽ വായിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്കറിയാം അതിൻ്റെ ഒരു വ്യാപ്തി, അതിൻ്റെ ഒരു വലിപ്പം, അതിൻ്റെ ഒരു പരത എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു നോവൽ സിനിമയാക്കുമ്പോൾ എന്തൊക്കെയാണോ അതിൽ വരാൻ പോകുന്നത്, എന്തൊക്കെയാണോ നമ്മൾ
ആ ഭാവനാലോകത്തിനെ നമ്മൾ എങ്ങനെയാണോ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നത്, അപ്പോൾ എന്തൊക്കെ കുറവ് വരാം എന്നൊക്കെയുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ അവെയറാണ്. അതിനെക്കുറിച്ച് പിന്നെ എനിക്ക് കിട്ടാവുന്ന ചീത്തകളെ കുറിച്ചിട്ട് തെറികളെ കുറിച്ചിട്ട് ഞാൻ അവെയറാണ്. അതല്ലാതെ അതിനേക്കാൾ കൂടുതൽ ഞാൻ അതിനെ പറ്റി ഇപ്പോൾ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഞാനും ഷാജിയേട്ടനും എനിക്ക് ഷാജിയേട്ടനോട് മരണവംശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും മരണവംശത്തിൻ്റെ അത് ബേസ് ചെയ്തിട്ട് ഉണ്ടായിരുന്ന ആ പഴയ കഥകളെക്കുറിച്ചിട്ടും സംസാരിക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം പങ്കുവച്ചിരുന്ന ഒരു ഇമോഷൻ ഉണ്ട്. ആ ഇമോഷനാണ് എനിക്ക് ആ സിനിമ. എന്നെ ചെറുപ്പത്തിൽ പിന്നെ പേടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ കഥകൾ, വല്ലാതെ പേടിപ്പിച്ചിട്ടുണ്ട് എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും എല്ലാവരെയും. അപ്പോൾ ആ ഭയം എനിക്ക് ആ സിനിമയെക്കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഉണ്ട്. അത് എല്ലാ തരത്തിലും ഉണ്ട് എനിക്ക്. പിന്നെ ഞാൻ അതിൻ്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കാര്യമായിട്ട് ഞാനത് എന്നെ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് തോന്നുന്നു. ഇപ്പോൾ അതിനോട് എന്താ മാക്സിമം നീതി പുലർത്തുക എന്നുള്ളതാണ് ഞാനത് ആഗ്രഹിക്കുന്നത്. പിന്നെ എന്തായാലും അതൊരു ചെറിയ സിനിമയായിരിക്കില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. അതൊരു വലിയ സിനിമയായിരിക്കും. അതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നടന്മാരും നടിമാരും എല്ലാവരും ഉണ്ടാവും എന്നുള്ളതും കൂടിയാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അപ്പോൾ മീഡിയക്കൊക്കെ എഴുതാവുന്ന രൂപത്തിൽ വലിയ താരനിരയൊക്കെയുള്ള വലിയ സിനിമയായിരിക്കും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് രാജേഷ് വെച്ച് പോകുന്നത്. ഇപ്പോൾ നേരത്തെ ഏകാന്തതയുടെ 100 വർഷങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മാർക്കേസിൻ്റെ ജീവചരിത്രം എഴുതിയ ഒരാൾ മാർക്കേസിനെ കുറിച്ചുള്ള രസമുള്ളൊരു നിരീക്ഷണം അതിനകത്ത് വെക്കുന്നുണ്ട്. മാർക്കേസിനെ പലപ്പോഴും മിത്രങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിച്ചു പോന്നിരുന്നത്, ശത്രുക്കളിൽ നിന്നല്ല, മാർക്കേസിനെ എപ്പോഴും പൊതിയാൻ ആഗ്രഹിക്കുന്ന മിത്രങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിച്ചു പോന്നിരുന്നത് മാർക്കേസിൻ്റെ ഭാര്യയായിരുന്നു. അവരുടെ ഉള്ള ആഭരണങ്ങളൊക്കെ പണയം വെച്ചാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മാർക്കേസിനെ കൊണ്ട് അവർ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എഴുതിക്കുന്നത് എന്ന്. ഭാര്യ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു മാർക്കേസിൻ്റെ ജീവിതത്തിൽ എന്ന് മാർക്കേസിൻ്റെ ജീവചരിത്രത്തിലുണ്ട്. ഇപ്പോൾ രാജേഷ് കല്യാണം കഴിക്കുമ്പോൾ വി സുമലതയുടെയും സുരേഷിൻ്റെയും ഒക്കെ പോസ്റ്റർ കണ്ട് രാജേഷ് ശരിക്കും കല്യാണം കഴിച്ചോ എന്ന് ആളുകൾ ചോദിക്കുന്നൊരു സാഹചര്യമൊക്കെയുണ്ട്. മനീഷ ആണ് മരണവംശം എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മനീഷയുടെ ഒരു കോൺട്രിബ്യൂഷനെ എങ്ങനെയാണ് ഷാജിയിലെ നോവലിസ്റ്റ് മരണവംശത്തെ കാണുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അതായത് 620 പേജ് ഉണ്ടായിരുന്നു ഈ നോവൽ. അപ്പോൾ 620 പേജ് എന്ന് പറയുന്നത് അത് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഇതായിട്ടുള്ള ഉന്മാദങ്ങളും എൻ്റെ പിന്നെ ഭാവനാലോകവും ഒക്കെ വന്ന് മെർജ് ചെയ്യപ്പെട്ടൊരു നോവലാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കാനാവാത്ത വിധം ഞാൻ കുടുങ്ങിപ്പോയ ഒരു നോവലാണിത്. അപ്പോൾ ഇത് ഇവളുടെ കയ്യിൽ കൊടുത്ത് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അവൾ പുറത്തുള്ള ഒരാളാണ്. ഇപ്പോൾ ആ കൃതിയിൽ ഇല്ലാതെ, ആ നോവലിൻ്റെ ഭാഗമല്ലാതെ അവൾ പുറത്തു നിന്ന് വായിക്കുകയും അവളാണ് ഈ നോവൽ എഡിറ്റ് ചെയ്തത്. 620 പേജുള്ള ഈ നോവൽ 318 ചുരുക്കിയത് മനീഷയാണ് അത് എഡിറ്റ് ചെയ്തത്. ഇപ്പോൾ ഒരുപക്ഷെ ഞാനാണത് എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും കയ്യൊതുക്കത്തോടുകൂടി ഈ നോവൽ വരില്ല. കാരണം അവളുടെ ഒരു പിന്നെ നിരീക്ഷണവും അവളുടെ ക്രിയേറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷനും അവളുടെ സെൻസറിങ് ബുദ്ധിയൊക്കെ വളരെ ഫലവത്തായി വളരെ ആഴത്തിൽ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ നെറ്റ് റിസൾട്ടാണ് മരണവംശം എന്ന നോവലിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അത് ആദ്യം റാക്ക് എന്നായിരുന്നു പേര്. ആ റാക്ക് എന്ന് പറഞ്ഞ പേര് വേണ്ട എന്ന് പറഞ്ഞതും അവളാണ്. കാരണം റാക്ക് എന്ന് പറഞ്ഞ പേരിട്ട് കഴിഞ്ഞാൽ അതിന് വേറെ സാമൂഹിക പ്രത്യാഘാതങ്ങളുണ്ട് എന്ന് മറ്റാരെക്കാളും എനിക്കറിയാം. അപ്പോൾ റാക്ക് വേണ്ട, പകരം വേറൊരു പേര് വേണം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ പല പേരുകളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പല പേരുകളും നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് അവസാനം ഒരു ദിവസം മനീഷ പറയുകയാണ്, ഇതിൽ ഭയങ്കര മരണങ്ങളുടെ ഒരു യാത്രയാണല്ലോ, മരണങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ മരണങ്ങളുടെ നിതാന്തമായിട്ടുള്ള യാത്രകളുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, എന്ത് ഭയങ്കരമായിട്ടുള്ള മരണങ്ങളാണല്ലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളിങ്ങനെ ദീർഘനിശ്വാസത്തോടു കൂടി പറയുന്ന സമയത്ത് എൻ്റെ മോള് താഴെ ഇരുന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സംസാരം കേട്ട് മോള് തലയുയർത്തി പറയുക, എന്നാൽ അച്ഛാ അതിന് മരണത്തിൻ്റെ പുസ്തകം എന്ന് പേരിട്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ മരണത്തിൻ്റെ പുസ്തകം ഇട്ടോ എന്ന് മകൾ പറയുന്നതാണ് മരണവംശം എന്ന പേര് ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ നിർലോഭമായ വളരെ ആത്മാർത്ഥമായ പിന്തുണയില്ലെങ്കിൽ ഇന്നത്തെ മരണവംശം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇന്ന്
കാസർഗോഡൻ ഭാഷയും കാസർഗോഡൻ ജീവിതവുമൊക്കെ മലയാള സിനിമ കുറേ കൂടെ ആഴത്തിൽ പരിചയപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ രാജേഷ് മാധവനെ പോലെയൊക്കെയുള്ള ആളുകൾ സിനിമയിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് സത്യത്തിൽ സിനിമ കാസർഗോട്ടേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെയായി, സജിൻ ബാബുവിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായൊക്കെ രാജേഷ് പ്രവർത്തിച്ചൊരു കാലമുണ്ട്. മലയാളിക്ക് അറിഞ്ഞുകൂടാത്ത രാജേഷ് മാധവൻ്റെ ഒരു സിനിമാ കാലമുണ്ട്. എങ്ങനെയാണ് കാസർഗോട്ട് നിന്ന് സിനിമയിലേക്ക് യാത്ര ചെയ്ത് തുടങ്ങിയ കാലത്ത് ഓർക്കുന്നത്? അത് ഈ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടിച്ചേർക്കലാണ്. മുമ്പേ നടന്നവർ, ഞങ്ങൾക്ക് മുമ്പേ നടന്നവർ, ഞങ്ങളൊരു തിയേറ്റർ, സൺഡേ തിയേറ്റർ എന്ന് പറയുന്നൊരു കുട്ടികളുടെ തിയേറ്റർ ഉണ്ടായിരുന്നു. ഞായറാഴ്ചകൾ തോറും കുട്ടികളൊക്കെ ഒന്നിച്ചിരിക്കുക, നാടകം കളിക്കുക, ഒരാഴ്ചത്തെ അനുഭവങ്ങൾ പറയുക, ഇത് മാത്രം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഒരു 10-200 കുട്ടികൾ അപ്പോൾ സ്ഥിരമായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും ബസ് കയറി വളരെ ദൂരത്തുനിന്ന് പോലും വരുമായിരുന്നു തിയേറ്ററിലേക്ക്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ നാടകങ്ങൾ കളിച്ചു തുടങ്ങുന്നത്. കാര്യമായി നാടകങ്ങൾ കളിച്ചു തുടങ്ങുന്നത്, മത്സരത്തിനല്ലാതെ നാടകങ്ങളൊക്കെ കളിച്ചു തുടങ്ങുന്നത്. പിന്നെ കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുന്നത്, പല ക്യാമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നതൊക്കെ. അതിൻ്റെ ഇടയിൽ ചെറിയ കുഞ്ഞു വായനകളൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാണ്ട് ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഞങ്ങൾക്കൊന്നും. ആ പ്രദേശത്തിനേ ഇല്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. അപ്പം സൺഡേ തിയേറ്ററിൽ ഇരുന്നിട്ട് ചിൽഡ്രൻസ് ഓഫ് ഹെവൻ കാണുന്നു, ഫ്രീഡ കാണുന്നു. ഫ്രീഡയൊക്കെ കാണുമ്പോൾ അന്ന് ഒന്നും മനസ്സിലായിട്ടില്ല, എന്നാലും പിന്നെ അമേരിക്കൻ ബ്യൂട്ടി കാണുന്നു. ഇതൊക്കെ നമ്മൾ ആ സമയത്ത് കാണുകയാണ്. അപ്പോൾ എന്തോ സാധാരണ നമ്മൾ എല്ലാ സിനിമയും കാണുമ്പോൾ കിട്ടാത്ത പോലത്തതായിട്ടുള്ള എന്തൊക്കെയോ, എന്താണ് അതിനെ തിരിച്ച് പറയുക, നമ്മൾ ട്രിപ്പ് എന്നൊക്കെ പറയും, അത് എന്തോ ഒരു ട്രിപ്പ് അതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു ആദ്യം. അപ്പോൾ ഈ സിനിമ എന്നൊക്കെ പറയുന്നത് നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റുന്നൊരു സ്ഥലമൊന്നുമല്ല. അത് വളരെ എവിടെയോ ഉള്ള, നമ്മൾ വിമാനമൊക്കെ കാണുന്നത് പോലെ, വിമാനം എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മൾ സിനിമേനെയും കാണുന്നത്. പക്ഷേ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിങ്ങനെ ഇതിനെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവരൊക്കെ ഷാജിയേട്ടനൊക്കെയാണ് നമ്മൾക്കൊക്കെ പരിചയമുള്ളതും. പിന്നെ മുമ്പ് ഇങ്ങനെ നടന്നു നോക്കിയിട്ട് നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള, ബാക്കിയുള്ളവരൊക്കെ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നിരന്തരം കാണുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കാണും, നാടകം കാണും, എന്നിട്ട് ചർച്ച ചെയ്യും, പിന്നെ അതിനെക്കുറിച്ച് തള്ളും. ഇതൊക്കെ നടക്കുന്നതല്ലാണ്ട് വേറെ കാര്യമായിട്ട് ഇതിലെന്തും പുരോഗതി നടക്കുന്നൊന്നും വിചാരിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് PG ഞാൻ നാട്ടിൽ നിന്ന് വേറെ ജോലിയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ ഇങ്ങനെ നാട്ടിൽ നിന്ന് ഈ PGക്ക് ഇവിടെ ചേരേണ്ടി വരുന്നു. ഞാൻ വിഷ്വൽ മീഡിയ പഠിക്കാൻ വേണ്ടിയിട്ട് PGക്ക് ചേരേണ്ടി വരുന്നു. അങ്ങനെയാണ് മറ്റേ സിനിമാക്കാരനായത്. ആ ആഗ്രഹം ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം കറക്റ്റായിട്ട് അങ്ങനെയൊക്കെ തന്നെ യാത്രകൾ വന്നത്. അല്ലാതെ ഒന്നും തീരുമാനിച്ച് ഇന്നത് ചെയ്യണം, അടുത്തത് സിനിമാക്കാരനാവും, ഇന്നത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ആഗ്രഹം ഭയങ്കര സത്യസന്ധമായിട്ടുള്ളിൽ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ആ വഴി അങ്ങനെ വന്ന് മീഡിയയിലൊക്കെ വന്നു. അമൃത TV-ൽ, ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒക്കെ കുറച്ച് കാലം ജോലി ചെയ്ത് പ്രിൻറ്റിൽ ജോലി ചെയ്തു, മാഗസിൻസിൽ ജോലി ചെയ്തു. എവിടെയും നമുക്കിങ്ങനെ അവിടെ അങ്ങനെ നിൽക്കാനായിട്ട് തോന്നുന്ന, നമ്മളുടേതാണെന്ന് തോന്നുന്നൊരു സ്പേസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനിയിപ്പോൾ എല്ലാം വിടുക, ഇനി സിനിമ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുക എന്നൊക്കെ. ഒരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു ധൈര്യത്തിൽ ഇനി ഞാൻ സിനിമ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ ഉള്ള ധൈര്യത്തിൽ നിന്നു. അതും പിന്നീട് 10 വർഷത്തോളം കാലം അങ്ങനെ തന്നെ ആ ആവേശത്തിൽ നിന്നതാണ്. ഒന്നും നടന്നിട്ടൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സജിൻ ബാബുവിൻ്റെ, നമ്മൾ ഈ സൗഹൃദങ്ങളിലും സിനിമ നമുക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത് അറിയുന്നതും ഈ ഷോർട്ട് ഫിലിമിൻ്റെ കാരണം കൊണ്ടുണ്ടായിരുന്ന ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അത്രയും ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സജിൻ ബാബുവിൻ്റെ സിനിമയിൽ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിട്ടല്ല പോയത്. ആക്ച്വലി സജിൻ ബാബുവിൻ്റെ സിനിമ അവിടെ ഒരു 10-15 പേരുടെ കൂട്ടായ്മയിലാണ് ആദ്യം ആ പടം നടക്കുന്നത്, അൻ ടു ദ ഡെസ്ക് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ എന്നെയും കൂടി, ഇങ്ങനെ ഒരാളും കൂടി ഉണ്ട് സിനിമ ആഗ്രഹിച്ച് നിൽക്കുന്നത്, അപ്പോൾ അവനെയും കൂടി നമുക്ക് വിളിച്ചേക്കാം എന്ന് വിചാരിച്ച് അവരെന്നെയും കൂടി വിളിക്കുന്നു. ഞാൻ എവിടെ എത്തുന്നു, എത്തിയപ്പോൾ ആണ് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറാണ് ആവേണ്ടതെന്ന്. ഞാൻ എന്നെ തന്നെ അതുവരെ ഒരു രീതിയിലും കൺട്രോൾ ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് സിനിമയുടെ മൊത്തം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ
അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡിയാണ്. അതിൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയാണ്. രാവിലെ ഒരു 1000 രൂപ എടുത്ത് തരും, ഇന്നൊരു 10 പേരുണ്ട്, വൈകുന്നേരം വരെയുള്ള ചിലവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. അതാണ് അതിൻ്റെ കൺട്രോളിങ്. അങ്ങനെ അങ്ങനെ ഇങ്ങനെ പടിപടിയായിട്ട് ഓരോന്ന് ഇങ്ങനെ കണ്ട് വരികയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോളർ ജോലി കഴിഞ്ഞു. എന്താ അത് കഴിഞ്ഞു. എൻ്റെ മേഖലയല്ല അത് എന്ന് തിരിച്ചറിഞ്ഞിട്ടും നമ്മൾ സിനിമയുടെ കൂട്ടത്തിൽ നിൽക്കണമല്ലോ. പിന്നെ സജിൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ ചെയ്യുന്നത് എന്നൊക്കെ തോന്നിയിട്ട് നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് നിന്നതാണ്, അല്ലാതെ അത് എൻ്റെ പണിയായിട്ട് നിന്നതല്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ കൊച്ചിയിൽ സിനിമ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ തെണ്ടി നടക്കുന്നത് കാരണം ശ്യാം പുഷ്കരനും ദിലീഷ് പോത്തനൊക്കെ ആയിട്ടൊരു പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മൾ താമസിക്കുന്ന വീട്ടിലൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മളിങ്ങനെ കഞ്ഞി ഇങ്ങനെ ചൂടാറ്റിക്കൊണ്ടിരിക്കുകയാണ്, മറ്റേ അച്ചാറ് ഒഴിച്ചിട്ട് ഫാനിലൊന്ന് ആറുവോ തണുത്ത് കഴിഞ്ഞാൽ കഴിക്കായിരുന്നു എന്നുള്ള വിചാരിച്ച് നിൽക്കുക. അപ്പോൾ ശ്യാമേട്ടൻ ഇത് വന്ന് തുറന്ന ഉടനെ കാണുന്നത് ഇതാ കണ്ടിട്ട് ഓക്കേടാ മോനെ പിന്നെ വരാം എന്നിട്ട് സന്തോഷമായിടാ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന പോലെ ശ്യാമേട്ടൻ പോയി. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇങ്ങനെ ഇവർ സിനിമയ്ക്ക് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് എന്നൊക്കെ തോന്നിയതുകൊണ്ടായിരിക്കും തോന്നുന്നു അഭിനയിപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. അവർ വിളിച്ചിട്ട് അഭിനയിച്ചു കഴിഞ്ഞാലാണ് അന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ ജീവിക്കാനുള്ള പരിപാടികളൊക്കെ സെറ്റാവുക എന്ന് തോന്നിയതുകൊണ്ടായിരിക്കും ഇവനെ നമുക്ക് അഭിനയിപ്പിക്കാം എന്ന് അന്നൊരു ഇങ്ങനൊരു സൗഹൃദ സദസ്സിലിരുന്നിട്ട് പറയുകയും പിന്നെ ഞാൻ മഹേഷിൻ്റെ പ്രതികാരത്തിൽ അഭിനയിക്കുകയും ചെയ്തു. അതിൽ അഭിനയിച്ചതുകൊണ്ട് തൊണ്ടിമുതലിൽ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് സിനിമ യാത്ര. ഇതെല്ലാം ഇങ്ങനെ വളരെ അവിചാരിതമായിട്ട് ഒന്നിൻ്റെ പുറത്തൊന്നല്ല, എല്ലാം അവിചാരിതമായിട്ട് അങ്ങനെ സംഭവിച്ചതായിരുന്നു. എല്ലാം നടക്കാൻ പാകത്തിന് സിനിമയുടെ ഒരു വഴിയരികിൽ നമ്മൾ കാത്തു നിന്നിരുന്നു എന്നുള്ളതായിരിക്കും അതിന് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അതിൻ്റെ അരികത്തുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ കാരണം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ ഇത് ഇപ്പോൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ തന്നെയാണ് എന്നൊക്കെ തോന്നുന്നു. ഇപ്പോൾ ഒരുപാട് സീനിയർ റൈറ്ററാണ് ഇങ്ങനെ ചെറുപ്പമായിരിക്കുമ്പോഴും സത്യത്തിൽ ഷാജി. ഒരുപാട് വർഷം മുമ്പേ കന്യക ടാക്കീസ് ചെയ്യുന്നു, അതിനുശേഷം ടേക്ക് ഓഫ് ചെയ്യുന്നു, പുത്തമ്പണം എഴുതുന്നു. ഇങ്ങ് മരണവംശം വരെ എത്തുന്ന ഷാജിയുടെ ഒരു കാലപ്പഴക്കം വെച്ച് ആലോചിച്ചാൽ സിനിമ ഷാജി അത്രയൊന്നും പ്രലോഭിപ്പിച്ചതായി വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടില്ല. എഴുതിയ കഥകളുടെ എണ്ണം എടുത്തു നോക്കിയാലും കഥകളൊക്കെ എഴുതുന്നു എന്നല്ലാതെ കഥകളും ഷാജി അങ്ങനെ കാര്യമായി പ്രലോഭിപ്പിച്ചതായി എനിക്ക് തോന്നിയിട്ടില്ല. സത്യത്തിൽ എന്താണ് ഇപ്പോൾ രാജേഷ് പറയുന്നു ആഗ്രഹിച്ചിടത്തൊക്കെ എത്തി എന്ന് തോന്നുന്നു എന്ന് പറയുന്നു. സത്യത്തിൽ ഷാജി ആഗ്രഹിച്ച ഇടം എന്താണ് ശരിക്കും? ഞാൻ ജനിച്ചപ്പോഴേ ഈ ജീവിതത്തിന് ഒരു കഥയില്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. ഈ ജീവിതത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു എന്നെപ്പോഴോ മനസ്സിലാക്കിയതുണ്ടാവും. പ്രത്യേകിച്ച് എനിക്കങ്ങനെ ഒരു എയിമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചെറുപ്പത്തിൽ നന്നായി പഠിക്കുമായിരുന്നു. അപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ജോലി കിട്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയില്ല. കഥ എഴുതി കുറച്ച് എഴുതുമ്പോൾ ഒരു രസം ഉണ്ടാവും, കഥ വരുന്നു, പ്രസിദ്ധീകരിക്കുന്നു. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കഥ മാധ്യമ പതിപ്പിൽ വന്നപ്പോൾ 18+ എന്ന് പറഞ്ഞ പള്ളിയിൽ അഡ്രസ് ഓൺലി കന്യാ ടാക്കീസായി. അത് വായിച്ചിട്ട് അതിൻ്റെ സംവിധായകനായിട്ടുള്ള മനോജേട്ടൻ വിളിക്കുന്നു, മനോജേട്ടൻ്റെ ഭാര്യ വിളിക്കുന്നു, രഞ്ജിനേച്ചി. അപ്പോൾ രഞ്ജിനേച്ചി വിളിച്ചിട്ട് അത് കന്യാ ടാക്കീസ് എന്ന് പറയുന്ന ഒരു സീരീസ് സിനിമയായിരുന്നു. അതിൻ്റെ എഡിറ്ററായിരുന്നു മഹേഷ് നാരായണൻ. അതിൻ്റെ എഡിറ്ററായിട്ടുള്ള മഹേഷ് നാരായണനായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് ടേക്ക് ഓഫ് സംഭവിക്കുന്നു. പിന്നെ ഞാറ്റുവേല എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്പൊളിറ്റിക്കൽ ഇൻ്റലക്ച്വൽസിൻ്റെ കാസർഗോഡൻ മലയാളം ഞാനിട്ടത് വായിച്ചിട്ട് മമ്മൂക്ക വായിക്കുന്നു, മമ്മൂക്ക എന്നെ പുത്തമ്പണത്തിലേക്ക് വിളിക്കുന്നു. ഇതാണ് എൻ്റെ സിനിമയുടെ യാത്ര. അപ്പോൾ എന്നത് പ്രലോഭിപ്പിച്ചില്ല എന്നുള്ളത് സത്യമാണ്. കാരണം കഥയും എന്നെ പ്രലോഭിപ്പിക്കാറില്ല. എനിക്ക് അങ്ങനെ ഒരു സമാധാനത്തോടുകൂടി ഈ സൈഡിലൂടെ എല്ലാം ജീവിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നത് ഈ മരണവംശം വന്നതോടുകൂടിയാണ്. കുറച്ച് ഉത്തരവാദിത്തം അത് ആൾക്കാർ വായിക്കുന്നത് ഞാനൊന്നും ആരും വായിക്കില്ല എന്ന് വിചാരിച്ചാണ് ഇറങ്ങുന്ന സമയത്ത്. ഞാനും മനീഷയും വിചാരിച്ചു മാക്സിമം 2 പതിപ്പ്. കാരണം അത് വായിക്കൂല എന്ന് നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് നമ്മളത്. പിന്നെ ഇവരോടൊക്കെ ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഇത് വായിക്കാൻ ഒരു സാധ്യതയില്ലടാ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇത് ആർക്കാണ് ഭ്രാന്തായെന്ന് അറിയില്ല. വായിച്ചവരൊക്കെ ആൾക്കാരോട് പറയുന്നു പുസ്തകം വിറ്റ് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര കുറച്ചും കൂടി സമാധാനത്തോടു കൂടി സ്വസ്ഥമായിട്ട് നമ്മളുടേതായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ,
നമ്മുടേതായിട്ടുള്ള കുറേ സ്വകാര്യ സംഭവങ്ങളിലൂടെ യാത്ര ചെയ്യാനാണ് ഇഷ്ടം. അതുകൊണ്ടാവാം എന്നെ എനിക്കൊന്നും അങ്ങനെ ഒരു പ്രലോഭനങ്ങൾ അങ്ങനെ ഇല്ല. എന്നാലും നോവലിനി എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഇത് തന്നെ ആയിരിക്കും പന്യം പറയുന്നത്. ജീവിതത്തിന് വലിയ അർത്ഥമൊന്നും അർത്ഥമില്ല. അത് പക്ഷെ നമ്മൾ രാത്രിക്കൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ തീവ്രമാവും. ജീവിതത്തിൻ്റെ മറ്റേ അന്തർധാരകൾ അതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴേ നമ്മുടെ നാട്ടിൽ നിന്നേ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇന്ന് കാണുന്ന മനുഷ്യനെ നാളെ കാണുന്നില്ല, എന്നിട്ട് എന്തിനാപ്പാ ഈ മനുഷ്യന്മാർ കളിക്കുന്നത് ചോദിക്കും. സത്യമാണ്. നമ്മൾ ഇന്നലെ കണ്ട കുഞ്ഞാവേട്ടനെ നാളെ കാണൂല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല, നമ്മളിങ്ങനെ ഇതിൻ്റെ പിറകെ ഇങ്ങനെ വേറെ വഴികളിലൂടെ യാത്ര ചെയ്യുന്നത്. അത് ചെറുപ്പം തൊട്ടേ നമ്മൾ ഫിലോസഫിക്കലായിപ്പോയി. പുസ്തകമൊന്നും വായിക്കണ്ട, ഫിലോസഫിയാണ്. അന്ന് രാജേഷിനൊക്കെ ആദ്യം കാണുന്നൊക്കെ സമയത്ത് ഇവരൊക്കെ മാഗസിൻ പ്രവർത്തനമൊക്കെ നടക്കുന്ന പഴയ SFIക്കാരൊക്കെ ആയിരിക്കുമല്ലോ. എങ്ങനെയായിരുന്നു രാജേഷിലൊക്കെ ഉണ്ടായിരുന്നൊരു, ഇന്നിപ്പോൾ കാണുന്ന രാജേഷിൽ നിന്ന് കവിതയൊക്കെ എഴുതായിരുന്നു, ഭയങ്കരമായി കവിത എഴുതുന്നു അല്ലേ? മാഗസിനിൽ കവിത വന്നിട്ടുണ്ട്, അറിയോ? ദീപ്തിക്ക് അറിയോ? ഉഗ്രം കവിതയാണ്. എന്നാലും ആ രാഷ്ട്രീയം രാജേഷിലൊക്കെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ അവിടെ സംഭവം വെച്ചാൽ അവിടെയുള്ള ഗ്രൂപ്പ് ഓഫ് ഈ കുറ്റിക്കോല് കുണ്ടംകുഴിയിലൊരു ആൾക്ക് ഭയങ്കരമായിട്ടുള്ള സാഹിത്യത്തോടും സിനിമയോടും രാഷ്ട്രീയത്തോടും ഭയങ്കര അത്രമേൽ ആഴമേറിയ ഒരു ആത്മാർത്ഥ സ്നേഹമുണ്ട്. അത് ആ ഒരു തലമുറയായിട്ട് വരുന്നൊരു സാധനമാണ്. നല്ല വായനശാലയുണ്ട്, സൺഡേ തിയേറ്റർ ഉണ്ട്, നിരന്തരമായി പുസ്തകങ്ങളെക്കുറിച്ചും കഥകളെക്കുറിച്ചും ചർച്ച നടത്തുന്നത് ഭയങ്കര ആത്മാർത്ഥമാണ്. പിന്നെ അവർക്ക് പുറം ലോകത്തെത്താനൊന്നും വലിയ അതിലെ മാർഗങ്ങളൊന്നുമില്ല. ഒരു കുണ്ടാണ് അവിടെ, കുണ്ടംകുഴി എന്ന് പറയുന്ന പേര് പോലെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പുറത്തേക്ക് എത്തണം കുറേ കഴിയും. ഇരുട്ടിൽ നമ്മൾ മറ്റേ ഏതോ മാളത്തിൽ കൊടുക്കൂലേ. ഇപ്പോൾ ബസ്സെല്ലാം വന്നു, അന്ന് ബസ്സൊന്നും ഇല്ലല്ലോ. ഒരു ഭയങ്കര വല്ലപ്പോഴും. അതുകൊണ്ട് ആ ഇരുട്ടിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു ആഗ്രഹം അത്രമേൽ ആഴത്തിലുണ്ടായിരുന്നു. ആ അത്രമേൽ ആഴത്തിലുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവരെല്ലാവരും പുറത്ത് കിടക്കുകയും രക്ഷപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ ആ നാട് നന്നായിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു അത്യാവശ്യം, ഞാൻ നാടിനെ കുറ്റം പറയുന്നില്ലേ, നാളെ കുണ്ടംകുഴിയിലേക്ക് പോകാൻ അങ്ങനെ പറഞ്ഞല്ല, അവിടേക്കുള്ള വാഹന സൗകര്യങ്ങളും അവിടേക്കുള്ള യാത്രാ ബുദ്ധിമുട്ടൊക്കെ അത്രമേൽ പ്രശ്ന സങ്കീർണമായിരുന്നു. പക്ഷേ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആഴമേറിയായിട്ടുള്ളൊരു സാമൂഹിക ബോധവും സർഗാത്മക ബോധവും സാംസ്കാരിക ബോധവും അപ്പോഴേ ഇവർ വെച്ച് പുലർത്തിയിരുന്നു. അത് അത്രമേൽ ആത്മാർത്ഥമായിരുന്നു. അതെപ്പോഴും അതിലൊരു വേവലാതി ഉണ്ടാവും. ഇവരെല്ലാം മെലിഞ്ഞ മനുഷ്യരായിരുന്നു അന്ന്. രാജേഷ്, സ്വരാജ്, പ്രതി എല്ലാം ഒരു കാറ്റ്. അവിടെ കുണ്ടങ്ങളിൽ എപ്പോഴും കാറ്റുണ്ടാവും. ആ കാറ്റത്ത് എപ്പോൾ വേണമെങ്കിലും പാറിപ്പോകുന്ന ഒരു ശരീരഘടനയായിരുന്നു ഇവർക്ക്. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. അല്ല, ഈ YLF പോലത്തെ ഒരു വേദിയിലിരിക്കുമ്പോൾ, ഈ DYFIയുടെ ഒക്കെ ഒരു വേദിയിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ആ കൗതുകം ഇങ്ങനെ ആലോചിച്ചതാണ്. രാജേഷിലൊക്കെയുള്ള പഴയ റവല്യൂഷനിസ്റ്റ്, പഴയ SFI, പഴയ പ്രകടനം. പക്ഷെ അജയ് എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ രാജേഷ് ഓർക്കുന്നുണ്ടോ ഇപ്പോൾ അതൊക്കെ അന്നത്തെ? തീർച്ചയായിട്ടും സംഘടനാ പ്രവർത്തനം ഇല്ലാതെ മറ്റേ ആ കാലഘട്ടത്തിന് അങ്ങനെ അതും കൂടി ഉള്ളതാണ് ഈ സർഗാത്മകത എന്ന് പറയുന്നത്. SFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ മാഗസിൻ പ്രവർത്തനവും ഫൈൻ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിരുന്നു. അതൊക്കെ ഇല്ലാതെ ഇല്ല എല്ലാം. പിന്നെ കവിത എഴുതി നോക്കിയിട്ടുണ്ടോ? അന്ന് എഴുതി നോക്കി എൻ്റെ ആഘാതം ഇതുവരെ തീർന്നിട്ടില്ല. ഞാൻ എൻ്റെ ഏറ്റവും ഉത്തമ കവിത എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കവിത ചോദിച്ചിട്ട് പിന്നെ എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചു, വരിയൊന്ന് പറയണേ. മൈക്ക് ഓഫ് ആയി കളത്. വളരെ പിന്നെ സ്നേഹമുള്ള ആളുകൾ മാത്രമാണ് ഇവരിയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വരി ഞാനതിൻ്റെ അവസാനത്തെ എക്സ്പ്രഷൻ കൂടി പറയാം. അപ്പോൾ ഇത് വായിച്ചിട്ട് ആൾക്കാരുടെ, അപ്പോൾ അതും കൂടി ആകുമ്പോൾ ശരിയാവും. എൻ്റെ കവിതയുടെ പേര് ഇതായിരുന്നു, പെട്ടി. ഉള്ളിലൊന്നുമില്ലെന്നറിഞ്ഞിട്ടും പോകുന്നിടത്തൊക്കെ നിന്നെയും കൊണ്ട് നടന്നു. രാവിലെ പീഡികത്തിണ്ണയിൽ ഉണരുമ്പോൾ കട്ടുകൊണ്ടു പോയതറിഞ്ഞ് വാവിട്ട് നിലവിളിച്ചു. ഇതായിരുന്നു കവിത. അത് പിന്നെ കണ്ടിട്ട് എൻ്റെ ഏട്ടന്മാരൊക്കെ എന്നെ നോക്കിയിട്ട് ഇത് ചോദിച്ചു. അന്ന് നിർത്തി ഞാൻ പിന്നെ ആ വഴിക്ക്. അതെ, നല്ല പ്രോത്സാഹനമായിരുന്നു. അതുകൊണ്ട് പിന്നെ കവിത നമ്മളുടെ മേഖല, കവിതയോട് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ഈ വാക്കുകൾ കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന ആ സ്ഫോടനത്തിനോട് ഭയങ്കര ആഗ്രഹവും ഭയങ്കര ബഹുമാനവും എല്ലാം ഉള്ളതുകൊണ്ടാണ് അത് എഴുതാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. പിന്നെ നമ്മളുടെ ഏരിയ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുമ്പോൾ
ഒന്ന് അതിനെ തൊടാതെ മാറി നടക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ചെയ്ത നന്മ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കനകം കാമിനി കലയത്തിൽ അതിൻ്റെ ഒരു തുടർച്ചയുണ്ട്. ഈ ഭയങ്കരമായിട്ട് ആ ഡയലോഗ് നീലത്തടാകങ്ങളിൽ മറ്റേ പോകുന്ന ഒറ്റ ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് ഓഡിയൻസിലേക്ക് പോവാം. ഏതാണ്ട് സമയമായി എന്ന് തോന്നുന്നു. പലപ്പോഴും മരണവംശത്തിലാണ് തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ രാജേഷിലേക്ക് തന്നെ മരണവംശത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. പലപ്പോഴും വലിയ നോവലുകൾ വലിയ വെല്ലുവിളികൾ കൂടിയാണ്. ഇപ്പോൾ ആടുജീവിതം സിനിമയാവുന്ന സമയത്ത് താൻ ആ സംഘർഷം അനുഭവിച്ചിരുന്നു എന്ന് ബ്ലസി പറഞ്ഞിരുന്നു. മലയാളി സെലിബ്രേറ്റ് ചെയ്ത ഒരു പുസ്തകം സിനിമയാക്കുക എന്നത് ഇതെൻ്റെ ആടുജീവിതമായി അവശേഷിക്കുമോ, ഇത് ബെന്യാമിൻ്റെ ആടുജീവിതമായി അവശേഷിക്കുമോ എന്നൊരു സംഘർഷമുള്ളിലുണ്ട്. എപ്പോഴും സിനിമ ഉണ്ടായതിന് ശേഷം ആ സാഹിത്യകൃതി ഇല്ലാതാവുകയും സിനിമ ഇവിടെ നിലനിൽക്കുകയും ചെയ്ത സാഹചര്യവും പഴയ സാഹിത്യകൃതികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. രാജേഷ് മാധവൻ മരണവംശം സിനിമയാക്കാൻ ആലോചിക്കുന്ന സമയത്ത് ഇതങ്ങനെ അധികം ആളുകളൊന്നും വായിക്കാനിടയില്ലടാ എന്ന് ഷാജി പറഞ്ഞ ഒരു മരണവംശമാണ് രാജേഷ് മാധവൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്നതല്ല. ഇന്ന് മലയാളി വായിച്ച ഒരുപക്ഷെ ഷാജി കുമാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ എഴുത്ത് ജീവിതത്തിൽ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട പുസ്തകമായി മരണവംശം മാറി. ഇപ്പോൾ മരണവംശം ഒരു വലിയ പുസ്തകമാണ്. അപ്പോൾ ഒരു വലിയ വെല്ലുവിളി കൂടിയാണ് മുമ്പിലേക്ക് വരുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞെട്ടി ഉണരും രാത്രി എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഞെട്ടലുണ്ടോ? അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. ആക്ച്വലി ഞങ്ങളിത് മരണവംശത്തിൽ ഞാൻ എന്തിനെക്കുറിച്ച് സിനിമ എടുക്കാൻ പോകുന്നു, എന്താണ് അതിൽ ഞാൻ എടുക്കാൻ പോകുന്നത്, ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ ഇഷ്ടപ്പെടുന്ന അതിപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അത് സ്വാധീനിച്ചു കഴിഞ്ഞാൽ എന്നുള്ള പേടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ തൊടാത്തത്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, ഇത് ഈ നോവൽ എഴുതുന്ന കൂട്ടത്തിൽ തന്നെ. അതിന് ശേഷം ആണ് ഞാൻ നോവൽ വായിക്കുന്നത്. നോവൽ വായിക്കുമ്പോൾ ഞാൻ ഇന്നുവരെ വായിച്ചിട്ടുള്ള ഷാജിയേട്ടൻ്റെ എഴുത്തുകളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എഴുത്താണ് എന്തായാലും. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട നോവലാണത്. അതിൻ്റെ ഒരു ഇഷ്ടം ഞാൻ ആ നോവലിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ശ്രമിക്കുക. എന്നിട്ട് ഞാനും ഷാജിയേട്ടന് ഉണ്ടാവുന്ന, അതായത് ഷാജിയേട്ടൻ പറഞ്ഞ അല്ലെങ്കിൽ ഷാജിയേട്ടനെ കൊണ്ട് പറയിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ ഷാജിയേട്ടൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന രീതിയിലേക്ക് ആ കഥയെ ഒരു സിനിമാ ഗ്രാമറിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതായിരിക്കും ഞാനത് ചെയ്യുക. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധം ഉണ്ടാവും. കാരണം ഞാനതിൻ്റെ ചരിത്രം പറയുന്ന നമ്മുടെ ഏർക്കാനയുടെ ഓരോ ചരിത്രങ്ങളും അവിടെ ഒഴുകി വന്ന് ചേരുന്ന എല്ലാം, മണ്ണും തെയ്യവും എല്ലാം, അവിടെ തോക്കും മരണങ്ങളും എല്ലാം ഞാൻ ഏതെങ്കിലും ഒന്ന് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത പലതും അതിലുണ്ടാവുന്നുള്ളതും എനിക്കറിയാം. അതിൽ ഞാൻ വേദനിക്കുന്നുള്ളതും എനിക്കറിയാം. ഞാൻ ആ ബഹുമാനത്തോടു കൂടി തന്നെ അതിനെ സമീപിക്കുള്ളൂ എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. എനിക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ആ യാഥാർത്ഥ്യത്തിനെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ അതിനെ സിനിമ എന്നുള്ള രൂപത്തിലേക്ക് കാണുന്നത്. എനിക്ക് തോന്നുന്നത് അത് ഷാജിയേട്ടനും അതുകൊണ്ടായിരിക്കും ഇത് പറയുന്നതെന്ന് തോന്നുന്നു. ഞാൻ ആ പ്രദേശത്തുകാരനായിരുന്നുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു അത് എനിക്ക് ചെയ്യണം. ഞാനത് ആർക്കും വേറൊരാൾക്കും അത് കൊടുക്കാൻ പോകുന്നില്ല. ആ വാശിയാണ് എന്നെ കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വർക്ക് ചെയ്യാൻ എന്നെ തോന്നിപ്പിക്കുന്നതും. പിന്നെ ബാക്കിയെല്ലാം ഞാനിപ്പോഴും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കുന്നു. കാര്യം അത് എന്താണ് ഞാൻ അതിൽ നിന്ന് എടുക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു ഇമോഷൻ ഉണ്ട് അതിൽ. നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഭയം തന്നെയാണ് ഞാൻ സിനിമയിലേക്ക് എടുക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതിലെ കുറേ മനുഷ്യന്മാരെ കണ്ടും അറിഞ്ഞും അല്ലെങ്കിൽ പറഞ്ഞറിഞ്ഞും നമുക്ക് വളരെ അടുത്തറിയാവുന്ന ആൾക്കാരാണ് എല്ലാവരും, ഏർക്കാനയിലെ എല്ലാ മനുഷ്യന്മാരും. അപ്പം എനിക്കതിന് എനിക്കറിയാവുന്നത് പോലെ
അല്ലെങ്കിൽ ഞാൻ അറിയുന്നതായിരിക്കും അതിൽ കുറച്ചും കൂടി നന്നായിട്ട് അറിയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു കൺവിക്ഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് അത് ഞാൻ തന്നെ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനതിൽ എന്താ കുറേ ആൾക്കാർ നോയിപ്പിക്കും, പക്ഷേ അതിനുള്ള ക്ഷമയും കൂടി ചോദിച്ചിട്ട് മാത്രമേ ഞാൻ ആ സിനിമ ചെയ്യുള്ളൂ. സായിപ്പന്മാരുടെ അടിവസ്ത്രം മോഷ്ടിക്കുന്ന ഒരു കള്ളൻ, ആ കള്ളനിലൂടെയാണ് ഏർക്കാനയുടെ കഥ ഷാജി പറയുന്നത്. മരണവംശത്തിൻ്റെ ഒറ്റ വാക്കിൽ മരണവംശം നമുക്ക് എന്ത് തരുമെന്ന് ചോദിച്ചാൽ മരണവംശം ഭയം എല്ലായിടത്തും നിറയ്ക്കുമെന്ന് തന്നെയാവും അതിൻ്റെ ഉത്തരം. അതിൻ്റെ എല്ലാ സത്തയോടും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് രാജേഷ് മാധവൻ എന്ന സിനിമാക്കാരൻ മരണവംശത്തിൻ്റെ ഭയം ഒട്ടും ചോർന്നു പോവാതെ ഞാൻ എൻ്റെ സിനിമയിൽ ആവിഷ്കരിക്കുമെന്ന് നമ്മളുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നത്. അത് കേൾക്കാൻ കഴിഞ്ഞ സന്തോഷം എന്നെയും നിങ്ങളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുകൂടി ഞാൻ വിചാരിക്കുന്നുണ്ട്. രാജേഷ് മാധവനോടും ഷാജികുമാറിനോടും നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് സംസാരിക്കാം. അല്പസമയം കൂടെ നമുക്ക് ബാക്കിയുണ്ട്. ആർക്കും സംസാരിക്കാം. നമസ്കാരം. ഷാജിയുടെയും രാജേഷിൻ്റെ എല്ലാം ഒരു അയൽക്കാരി എന്നുള്ള നിലയിൽ ആ ധൈര്യത്തിലും സ്നേഹത്തിലുമാണ് ചോദിക്കുന്നത്. സാഹിത്യത്തിൻ്റെ ഏറ്റവും ഒരു ഉന്നത രൂപം എന്ന് പറയുന്ന നോവലാണെന്നാണ് ഫിക്ഷൻ്റെ ഞാൻ വിചാരിക്കുന്നത്. ഒരു നോവൽ വായനക്കാരി എന്നുള്ള നിലയിൽ നമുക്കൊരു ഉന്മാദം അല്ലെങ്കിൽ ഒരു അനുഭൂതി, ഒരു സൗന്ദര്യാനുഭൂതി നമ്മളെ കുറേ കാലം വലക്കും എന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് ഒരു സിനിമ മനസ്സിൽ കണ്ട് ഒരു നോവൽ എഴുതുമ്പോൾ ആ അനുഭൂതി ലഭിക്കുമോ? ഒരു സാഹിത്യം എഴുതുന്ന ആൾക്ക്, നോവൽ എഴുതുന്ന ആൾക്ക് സിനിമ മനസ്സിൽ കാണാതെ എഴുതുമ്പോഴുള്ള ആ ഒരു ആവിഷ്കാരം ഒരു സിനിമ മനസ്സിൽ കരുതി എഴുതുമ്പോൾ കിട്ടുമോ? അതിലൊരു അധ്യായം തന്നെ റാക്ക്, തോക്ക്, പെണ്ണ്, രതി, കാമം എന്ന് പറയുന്ന ഒരു മസാലകൾ നമ്മളുടെ മനസ്സിൽ വരില്ലേ? അതിലൊരു അനുഭൂതിക്ക് അവിടെ പ്രാധാന്യമുണ്ടോ? ഖസാക്കിൻ്റെ ഇതിഹാസം സിനിമയാവാത്തത്, അല്ലെങ്കിൽ അത് സിനിമയായാൽ നമ്മൾ സ്വീകരിക്കുമോ? സിനിമ ഒരുപാട് വലിയ മൂലധനം ആവശ്യമുള്ള ഒരു സംഗതിയാവുമ്പോൾ നമുക്കതിന് ആത്മാർത്ഥമായി ഒരു സാഹിത്യം എഴുതുന്ന ഒരാൾക്ക് അത് സിനിമയാക്കിയാൽ വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം എൻ്റെ അനിയനെ പോലെ ഞാൻ കരുതുന്ന ഷാജിയോട് ചോദിക്കുകയാണ്. അത് സിനിമയാക്കാൻ വേണ്ടി എഴുതിയ നോവലല്ല, നോവലായ ശേഷം സിനിമയാവാൻ പോയ ഒരു കൃതിയാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിണാമം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഒരു നോവൽ സിനിമയാവുമ്പോൾ അതിൻ്റെ ആത്മാംശം ചോർന്നു പോകില്ലേ എന്നുള്ള ചോദ്യത്തിന് സിനിമ എന്ന് പറയുന്നത് സംവിധായകൻ്റെ കലയാണ്. അതിപ്പോൾ മയ്യഴിപ്പയുടെ തീരങ്ങളിൽ സിനിമയാവുന്നു, ദൈവത്തിൻ്റെ വികൃതികൾ സിനിമയാവുന്നു, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറെ സിനിമയായിട്ടുണ്ട്. ഇപ്പോൾ പെഡ്രോ പരാമ ഗംഭീരമായ ഉവാൻ റുഫോയുടെ നോവൽ സിനിമയായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 100 Years of Solitude ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിൻ്റെ സീരീസായിട്ട് വരുന്നു. അപ്പോൾ നമുക്കത് ഒരു പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ആ പുസ്തകത്തോട് സ്നേഹമുള്ള ഒരാൾക്ക് ചിലപ്പം സിനിമയിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. പക്ഷേ അത് രണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ മരണവംശം രാജേഷ് സിനിമയായിട്ട് വരുമ്പോൾ അത് വേറൊരു പ്രൊഡക്റ്റാണ്. മരണവംശം എന്ന് പറയുന്ന നോവൽ എവിടെ നിൽക്കുകയും മരണവംശം സിനിമ വേറെ സ്ഥലത്ത് നിൽക്കുകയും ചെയ്യും. അത് രണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിന് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അത് എന്നെ ബാധിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ നോവലിൻ്റെ ആത്മാംശം അതിലുണ്ടോ? ഇപ്പോൾ കന്യാ ടാക്കീസ് എന്ന് പറയുന്ന കഥ, 18+ എന്ന് പറയുന്ന കഥ ഭയങ്കര കോമഡി ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ച് എഴുതിയ കഥയാണ്. കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്. അത് ഒരു അഡൽട്സ് ഓൺലി, പിന്നെ തിയേറ്റർ ക്രിസ്ത്യൻ പള്ളിയാവുന്നതാണ്. അപ്പോൾ പള്ളിയായ ശേഷം ഇയാൾ കുമ്പസരിക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പാപം പറയുമ്പോൾ ഈ പള്ളിയിലച്ചൻ കേൾക്കും, തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്ന് പറഞ്ഞിട്ട് ഷക്കീലയുടെ ഒരു സിനിമയിലത്തെ ഡയലോഗ് കേൾക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കര കോമഡി പാറ്റേണിൽ എഴുതപ്പെട്ട ഒരു കഥയാണ്. പക്ഷേ അത് സിനിമയായിട്ട് വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് ആ സബ്ജക്റ്റിനെ മനോജേട്ടൻ സമീപിച്ചിരിക്കുന്നത്. സെമിറ്റിക് മതത്തിൻ്റെ പാപബോധവും സെക്ഷുവാലിറ്റിയും ഒക്കെ വേറെ തരത്തിൽ ആഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇന്ന് വെച്ചിട്ട് ആ കഥയുടെ ഒരു സറ്റയർ സ്വഭാവം ആ സിനിമയിൽ നിന്ന് പോയതുകൊണ്ട് ആ സിനിമയുടെ ഒരു കരുത്ത് ഇല്ലാതാവുന്നില്ല.
അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സാഹിത്യകൃതി വേറെയാണ്, ആ സാഹിത്യകൃതിയിൽ നിന്നുണ്ടാവുന്ന സിനിമ വേറെയാണ് എന്നാണ് ഒരു സിനിമാസ്വാദകൻ എന്ന നിലയിലും ഒരു സാഹിത്യ വായനക്കാരൻ എന്ന നിലയിലും ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അല്ലേ, ഇപ്പോൾ ചെമ്മീൻ എടുത്താലും ഒരുപാടേറെ സാഹിത്യകൃതികളെ മലയാളി മറക്കുകയും സിനിമ അവശേഷിക്കുകയും ചെയ്ത ഒരുപാടേറെ സന്ദർഭങ്ങളും സത്യത്തിലുണ്ട്. ഉദകപ്പോളയുടെ ഒക്കെ ഒരു നിൽപ്പ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു നിൽപ്പ് കൂടിയാണ്. ഇനി നമസ്കാരം. രാജേട്ടൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കുണ്ടും കുഴിയുള്ള കുണ്ടംകുഴിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. വടക്ക് നിന്ന് ഇപ്പോൾ ഷാജിയേട്ടനേക്കാളും കുറച്ചും കൂടി വടക്ക് നിന്നാണ് രാജേട്ടൻ വരുന്നത്. ആമിയർ ഇവിടെ ഇരിക്കുന്നുണ്ട്, പണത്തൂരാണ്, അത് പിന്നെയും വടക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മലയാള സിനിമയിലേക്ക് പുതിയ ആളുകൾ വരുന്നു എന്നത് നേരത്തെ രാജേട്ടൻ സൂചിപ്പിച്ചതുപോലെ അവർക്ക് മുമ്പ് ഓടിക്കിതച്ചത് കണ്ടിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറിയത്. ഇനി നിങ്ങളെ കണ്ട് ഇപ്പോൾ കിതക്കണോ അതോ അവിടെ തന്നെ നിന്നാൽ മതിയോ വീണ്ടും ഇങ്ങോട്ട് വണ്ടി കയറണോ എന്ന് തോന്നുന്ന മനുഷ്യരുണ്ടാവും. അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തായിരിക്കുമെന്നാണ് രാജേട്ടനുള്ള ചോദ്യം. അതുപോലെ ഷാജിയേട്ടനോട് കൂടെ ഒരു ചോദ്യം കൂടിയുണ്ട്. അതിൽ നേരത്തെ മോഡറേറ്റർ പറഞ്ഞ പോലെ മരണവശം അവശേഷിപ്പിക്കുന്നത് ഭയമാണ്. എന്നാൽ ബന്തെടുക്ക, കൊളത്തൂർ, ബേടകം പോലുള്ള ആളുകൾക്ക് അത് സമാധാനമായിരിക്കും. കാരണം ചുവപ്പെടുത്തു പോയാൽ മനുഷ്യരെ വെട്ടിക്കൊല്ലുന്ന നാട്ടിൽ നിന്ന് ഇന്ന് ചുവപ്പ് പടർത്താൻ കഴിഞ്ഞ മനുഷ്യനാണ് അതിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള ടി.സി. ഗോപാലേട്ടൻ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു സമാധാനത്തിൻ്റെ കഥ കൂടിയാണ്. ചിലപ്പോഴൊക്കെ അക്രമം പ്രതിരോധമായി മാറുമല്ലോ. അപ്പോൾ ഈ മരണവംശം എഴുതി കഴിഞ്ഞ ശേഷം വായിച്ചു നോക്കി അതിനെ പിന്നീട് എന്തെങ്കിലും ഇപ്പോൾ പബ്ലിഷ് ചെയ്ത ശേഷം വീണ്ടും വന്ന് വായിച്ചു നോക്കുമ്പോൾ തിരുത്തേണ്ട ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നാൽ കുറച്ചും കൂടി നന്നായിട്ട് തോന്നുമോ എന്ന് തോന്നി ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഷാജിയേട്ടനും കൂടി ചോദിക്കാം. ഇവിടെ നിന്നിട്ടും കഥക്കാം, അവിടെ നിന്നിട്ടും കഥക്കാം. ഇപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനാണുള്ളത്. അതെ, നമുക്ക് ഇപ്പോൾ ഒരു കേരളയിലൊക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി യാത്ര സ്പീഡാക്കായിരുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ നമുക്കങ്ങനെ സ്പേസിൻ്റെ പരാധീനതകൾ അല്ലെ പരിമിതികൾ നമുക്ക് ഒഴിവാക്കാമെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് മുമ്പായിരുന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള മറ്റേ കഷ്ടപ്പാടിൻ്റെ കഥകളൊക്കെ പറയേണ്ടി വരുന്നത്. ഇപ്പോൾ അത് കുറച്ചും കൂടി എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ട്. നമുക്ക് എവിടെ നിന്ന് കഴിഞ്ഞാലും സിനിമ ഉണ്ടാക്കാം, പിന്നെ ആർക്കും സിനിമ ഉണ്ടാക്കാം. അത് ആരുടെയും കുത്തകയല്ല. അപ്പോൾ എവിടെ നിന്നാലും കഥച്ചാൽ മതി. അല്ല, ഈ രാജേഷേ, പണ്ട് കഷ്ടപ്പാടിൻ്റെ കഥ പറയുമ്പോൾ എനിക്ക് ഒരു സങ്കടകരമായ ഒരു അനുഭവം ഓർമ്മ വരുന്നത്. നമ്മളൊരു സുഹൃത്ത് സിനിമാവിനെയും മൂത്തിട്ട് എല്ലാ ദിവസവും ജോഷിയുടെ വീട്ടിൻ്റെ മുമ്പിലൊക്കെ വന്ന് നിൽക്കും, എല്ലായിടത്തും വന്ന് നിൽക്കും, ഈ ബെസ്റ്റ് ആക്ടർ സിനിമ പോലെ. അപ്പോൾ ഒരു ദിവസം ഒരു വളരെ മുഖ്യധാര കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് ഞാൻ കോൺടാക്റ്റ് ആയിട്ട് ഇവരോട് പറഞ്ഞു, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും ഒരു ചാൻസ് സാർ ജീവിതം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞു, നമ്മൾ അടുത്ത പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുകയാണ്, നീ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ വന്നു എറണാകുളത്തേക്ക്. എന്തായിരുന്നു പറയുക പ്രീ പ്രൊഡക്ഷൻ? അയാളുടെ വീടിൻ്റെ വാർക്കപ്പണി നടക്കുന്നത്. 1.5 മാസം ആ പാവം വേറൊരുത്തിനും വാർക്കപ്പണി നടത്തി ആ വീട് കെട്ടിക്കൊടുത്തു. പിന്നെ അയാൾ അഡ്രസ്സ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു കാലം പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. പിന്നെ ഈ നോവൽ ഇറങ്ങിയ ശേഷം വായിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ തിരുത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ വെച്ചാൽ ഞാൻ വായിച്ചിട്ടില്ല. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ആ നോവൽ തൊട്ട് നോക്കിയില്ല. ഞാൻ എൻ്റെ ഒരു നോവല്, ഒരു കഥ ഇറങ്ങിക്കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയോ? നല്ല നോവലാ, വായിക്കണം. അല്ല, എനിക്ക് നാണക്കേടാണ്. എന്താ വെച്ചാൽ ഇത് മാറ്റായിരുന്നു, അയ്യേ ഇത് വേണ്ട. അതുകൊണ്ട് ഷാജി ഇന്നലെ എന്നോട് ചോദിച്ചു അതിൻ്റെ 1ാം പതിപ്പുണ്ടോടാന്ന്. ഞാനത് വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് എനിക്കെന്തോ ഒരു നാണക്കേട്. അത് എൻ്റെ കഥാസമാരിൽ ഇറങ്ങിക്കഴിഞ്ഞാലും ഞാൻ പിന്നെ അത് നോക്കാറില്ല, അങ്ങോട്ട് എടുക്കൂല. അത് അവിടെ വെച്ച് അതിപ്പോൾ വീണ്ടും വായിക്കുമ്പോൾ അത് മാറ്റണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെയും പണിയെടുക്കണ്ടേ, ഭയങ്കര മടിയാണ്. ഇത് ആ പറഞ്ഞ പോലെ ആ സമാധാനത്തിൻ്റെ ഒരു സ്പേസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നോക്കാം പഴങ്ങ് വായിക്കുമ്പോൾ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തീർത്തും അൺഒഫീഷ്യലായി സംസാരിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഔപചാരികതയുടെ ആവശ്യമൊന്നുമില്ല.
ഓക്കെ, അപ്പോൾ രസമായി. 1 മണിക്കൂറിലധികം നേരം കടന്നുപോയി. വടക്ക് നിന്ന് പുറപ്പെടുന്ന സിനിമാ വണ്ടികൾ എന്നൊരു സെഷൻ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എന്ന് മലയാളിയെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ കാസർഗോഡിൻ്റെ സിനിമ ഇങ്ങെത്തിയിരിക്കുന്നു എന്നത് സത്യത്തിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുത്തുകൂടിയാണ്. നേരത്തെ ആമിറിനെ കുറിച്ച് പറഞ്ഞു. ആമിർ നമ്മളുടെ മുമ്പിലിരിക്കുന്നുണ്ട്. ആമിറിൻ്റെ പടം ഇപ്പോഴും തിയേറ്ററിലുണ്ട്. ED എക്സ്ട്രാ ഡീസൻ്റ് എന്ന പടം ആമിറാണ് സംവിധാനം ചെയ്തത്. മനോഹരമായ സിനിമയാണ്. അതിനു മുമ്പ് ആയിഷ എന്ന സിനിമ ആമിർ ചെയ്തു. അങ്ങനെ ഒരുപാടേറെ, ഇപ്പോൾ സന്തോഷ് ഏച്ചിക്കാനത്തിനെ പോലെ, ഷാജിയെപ്പോലെ ഒരുപാടേറെ സിനിമാക്കാരുടെ ദേശമാണ് സത്യത്തിൽ കാസർഗോഡ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് പുറപ്പെടുന്ന സിനിമാ വണ്ടിയുടെ മുഴക്കം ഏറിയും കുറഞ്ഞും എല്ലാ ദിവസവും നമ്മളുടെ തിയേറ്ററിലുണ്ട്. റൈഫിൾ ക്ലബിനകത്ത് പോലും കാസർഗോട്ടുകാർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് രസമാണ് ഇവരെ കേൾക്കാൻ എന്ന് പറയുന്നൊരു സിനിമ സന്ദർഭമുണ്ട്. അങ്ങനെ കേൾക്കാൻ രസമുള്ള, കേട്ടിരിക്കാൻ രസമുള്ള മനുഷ്യരാണ് കാസർഗോട്ടെ സിനിമാക്കാരും കാസർഗോട്ടെ എഴുത്തുകാരുമെല്ലാം. അത് രസമായി കേട്ടിരിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളവും നമ്മളെല്ലാവരെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട്. ദീർഘദൂരം ഈ സിനിമാ വണ്ടി മുന്നോട്ട് ഓടിക്കാൻ രാജേഷ് മാധവനും ഷാജികുമാറിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.